ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ നമ്മുടെ മോഡ്യൂൾ 2 നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പോപ്പുലർ സയൻസിസ്റ്റ് ഇൻ കെമിക്കൽ സയൻസിലെ വിമൻ സയന്റിസ്റ്റ് ഇൻ കെമിക്കൽ സയൻസ്, അതിൽ നമ്മൾ റോസ്ലിൻ ഫ്രാങ്ക്ലിൻ, ആലിസ് ബോൾ കണ്ടിരുന്നു. ഇനി ഡൊറോത്തി ഹോഡ്ജ്കിനും ജെർട്രൂഡ് ഇല്ലിയനുമാണ് നമുക്ക് കാണാനുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് ഡൊറോത്തി ഹോഡ്ജ്കിൻ. ഓക്കെ, അപ്പൊ ഈ ഡൊറോത്തി ഹോഡ്ജ്കിൻ എന്ന് പറയുന്ന ഈ സയന്റിസ്റ്റ്, ഷി വാസ് ബോൺ ഇൻ കെയ്റോ, ഈജിപ്റ്റ്. പക്ഷേ ഷി വാസ് എ ബ്രിട്ടീഷ് സിറ്റിസൺ. അപ്പൊ ഈ ഡൊറോത്തി ഹോഡ്ജ്കിൻ ഈസ് ഫേമസ് ഫോർ ബീങ് ആൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫർ. നമ്മുടെ റോസ്ലിൻ ഫ്രാങ്ക്ലിന്റെ പോലെ ഈ നമ്മുടെ ഡൊറോത്തി ഹോഡ്ജ്കിനും ഒരു എക്സ്റേ ക്രിസ്റ്റലോഗ്രാഫർ ആയിരുന്നു. ആൻഡ് ഷി റിസീവ്ഡ് ദ നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി. And her main work was on X-ray crystallography of biomolecules. അപ്പോൾ ഇത് ഷി വാസ് ബോൺ ഇൻ ഈജിപ്റ്റ് ബട്ട് റേസ്ഡ് ഇൻ ഇംഗ്ലണ്ട്. ജനിച്ചത് ഈജിപ്തിലാണെങ്കിലും വളർന്നത് ഇംഗ്ലണ്ടിലാണ്. അവിടെ ഡിഗ്രി ഇൻ കെമിസ്ട്രി നേടി. അത് കഴിഞ്ഞ് ഡോക്ടറേറ്റും നേടിയിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരിയുടെ ഡോക്ടറേറ്റിന്റെ വിഷയം എന്ന് പറയുന്നത് വൈറ്റമിൻ B12 സ്ട്രക്ചറാണ്. അത് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ചാണ് പുള്ളിക്കാരി പഠിച്ചിരുന്നത്. അപ്പൊ പുള്ളിക്കാരിയുടെ മേജർ കോൺട്രിബ്യൂഷൻ ഈസ് ഇൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഫോർ ദ സ്റ്റഡി ഓഫ് കോംപ്ലക്സ് ബയോളജിക്കൽ മോളിക്യൂൾസ്. പുള്ളിക്കാരി വൈറ്റമിൻ B12 കൂടാതെ പെൻസിലിൻ എന്ന് പറയുന്ന ആന്റിബയോട്ടിക്കിന്റെയും ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെയും ഒക്കെ സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ പുള്ളിക്കാരി എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ഉപയോഗിച്ച് സാധിച്ചു. And her research provided insights into molecular biology, biochemistry and pharmaceuticals. അപ്പൊ ഒരു കെമിസ്റ്റ്, her contribution was in molecular biology and biochemistry as well as pharmaceuticals. നമ്മൾ ഇതിനു മുന്നേ ബാക്കി വിമൻ സയന്റിസ്റ്റിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഡൊറോത്തി ഹോഡ്ജ്കിൻ ഓൾസോ ഫേസ്ഡ് മെനി ചാലഞ്ചസ്. ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡാണ് സയൻസ് എന്ന് പറയുന്നത്, സയൻസും റിസർച്ചും. അവിടെ ഡൊറോത്തി ഹോഡ്ജ്കിൻ ഫേസ്ഡ് ജെൻഡർ ബേസ്ഡ് ഡിസ്ക്രിമിനേഷൻ. അപ്പൊ പുള്ളിക്കാരിക്ക് 3 മക്കളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ 3 മക്കളെ വെച്ചുകൊണ്ട് ഫാമിലി ലൈഫും കരിയറും ബാലൻസ് ചെയ്യുക എന്നുള്ളത് ഒരു വളരെ ടഫ് ടാസ്ക് ആയിരുന്നു. ഈ ചാലഞ്ചിന്റെ ഇടയിലും ഷീ കണ്ടിന്യൂഡ് ഹർ റിസർച്ച്. പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെയുള്ള ടെക്നോളജീസോ ഇൻസ്ട്രുമെന്റ്സോ ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഈ ചാലഞ്ചസിന്റെ ഇടയിലും ഷീ വർക്ക്ഡ് റിയലി ഹാർഡ് ആൻഡ് ബിക്കെയിം വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്ടഡ് സയന്റിസ്റ്റ് ഓഫ് ഹർ ടൈം, റിഗാർഡ്ലെസ് ഓഫ് ഹർ ജെൻഡർ. ആണെന്നോ പെണ്ണെന്നോ വേർതിരിവില്ലാതെ ഷീ വാസ് റെസ്പെക്ടഡ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചിരുന്നു, നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടിയിരുന്നു ഫോർ ഹെർ വർക്ക് ഓൺ ദി സ്ട്രക്ചർ ഓഫ് വൈറ്റൽ ബയോകെമിക്കൽ സബ്സ്റ്റൻസസ് യൂസിങ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി. വൈറ്റമിൻ B12, അതുപോലെ ഇൻസുലിന്, അതേപോലെ തന്നെ പെൻസിലിൻ, ഇങ്ങനെയുള്ള വൈറ്റൽ ബയോകെമിക്കൽ സബ്സ്റ്റൻസിന്റെ സ്ട്രക്ചർ കണ്ടുപിടിച്ചതിനാണ് അവർക്ക് നോബൽ പ്രൈസ് ഇൻ കെമിസ്ട്രി കിട്ടിയത്. ഇതുകൂടാതെ റോയൽ സൊസൈറ്റി കൊടുക്കുന്ന കോപ്ലെ മെഡലും, അതേപോലെ ഷി വാസ് റെക്കഗ്നൈസ്ഡ് ആസ് എ ലീഡിംഗ് ഫിഗർ ഇൻ സയൻസ്. ഓക്കെ, ഇപ്പോഴും പുള്ളിക്കാരിയുടെ വർക്ക് ഓൺ ബയോകെമിസ്ട്രി ആൻഡ് മോളിക്കുലർ ബയോളജി ഇൻഫ്ലുവൻസ് സയന്റിസ്റ്റ് ഓഫ് ദിസ് ജനറേഷൻ ഓൾസോ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഡൊറോത്തി ഹോഡ്ജ്കിന്റെ മെയിൻ റിസർച്ച് കോൺട്രിബ്യൂഷൻസ് ആൻഡ് ചാലഞ്ചസ് ഫേസ്ഡ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ അടുത്ത ലേഡിയെ പരിചയപ്പെടാം. This lady, her name is Gertrude Elion. Okay, ഇപ്പൊ നമ്മൾ പഠിച്ച സയന്റിസ്റ്റ്, വിമൺ സയൻസിലെ ഏറ്റവും റീസെന്റ് ആയിട്ട്, അതായത് ഏറ്റവും യങ് എന്ന് പറയുന്നത് ഈ ജെർട്രൂഡ് ഇലിയൻ ആണ്. ഷി വാസ് ബോൺ ഇൻ 1918. 1919 ന്യൂയോർക്കിലാണ് പുള്ളിക്കാരി ജനിച്ചത്. ഇതുവരെ പഠിച്ച ആരും തന്നെ അമേരിക്കയിൽ നിന്നുണ്ടായിരുന്നില്ല. പുള്ളിക്കാരിയാണ് അമേരിക്കൻ ആയിട്ടുള്ള ഒരു വുമൺ സയന്റിസ്റ്റ്. She was an American pharmacologist and biochemist known for her revolutionary approach to drug development. Okay, നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ്, മെഡിസിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് കോൺട്രിബ്യൂഷൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള മരുന്നുകളുടെ കണ്ടുപിടുത്തത്തിലാണ് പുള്ളിക്കാരിയുടെ കോൺട്രിബ്യൂഷൻസ് എല്ലാം തന്നെ.
She was known for developing several life-saving drugs and pioneering targeted drug therapy. ഇപ്പൊ നമ്മൾ ഡ്രഗ് കൊടുത്താൽ അത് കൃത്യമായിട്ട് അസുഖമുള്ള സ്ഥലത്ത് തന്നെ ചെന്ന് ആക്ട് ചെയ്യുന്നതിനെയാണ് ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി എന്ന് പറയുന്നത്. ഈ ടാർഗറ്റഡ് ഡ്രഗ് തെറാപ്പി ആദ്യത്തെ വർക്കുകൾ ചെയ്ത ഒരു ഇമ്പോർട്ടന്റ് സയന്റിസ്റ്റ് ആണ് ജെർട്രൂഡ് എലിയോൺ. ഓക്കെ, she received the Nobel Prize in Physiology or Medicine in 1988, making her one of the most influential scientists in pharmacology. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ ജെർട്രൂഡ് എലിയൻ എന്ന് പറയുന്നത് ഒരു PhD ഒക്കെ ഉള്ള ആളായിരിക്കും. പക്ഷെ പുള്ളിക്കാരിക്ക് PhD ഒന്നും ഉണ്ടായിരുന്നില്ല. ഷീ ജസ്റ്റ് ഹാഡ് എ ഡിഗ്രി ഇൻ കെമിസ്ട്രി. അത് കഴിഞ്ഞിട്ട് ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് സ്റ്റഡീസ് മാത്രമാണ് പുള്ളിക്കാരി ചെയ്തത്. ആക്ച്വലി പുള്ളിക്കാരിക്ക് ആദ്യമൊന്നും ജോലിയൊന്നും കിട്ടുന്നില്ലായിരുന്നു. സ്ത്രീയാണ്, അപ്പൊ അതുകൊണ്ട് റിസർച്ച് പൊസിഷൻസ് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ ആദ്യം ലാബ് അസിസ്റ്റന്റ് ആയിട്ടും അത് ഫാർമസിസ്റ്റ് ആയിട്ടും ഒക്കെയാണ് ആദ്യം വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, പുള്ളിക്കാരിയുടെ ഈ ഡ്രഗ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യാനുള്ള മെയിൻ ഇൻസ്പിറേഷൻ പുള്ളിക്കാരിയുടെ ഗ്രാൻഡ് ഫാദർ ആയിരുന്നു. ഹർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡെത്ത് ഫ്രം ക്യാൻസർ മോട്ടിവേറ്റഡ് ഹർ ടു പർസ്യൂ എ കരിയർ ഇൻ മെഡിക്കൽ റിസർച്ച്. അപ്പോൾ ക്യാൻസർ കൊണ്ട് മരിച്ച അപ്പൂപ്പന് വേണ്ടിയാണ് പുള്ളിക്കാരി, അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പുള്ളിക്കാരി മെഡിക്കൽ റിസർച്ചിലേക്ക് തിരിയുന്നത്. ഓക്കെ, അപ്പോ കരിയർ ചാലഞ്ചസ് എന്തൊക്കെയാണ് പുള്ളിക്കാരി ഫേസ് ചെയ്തത്? ആസ് യൂഷ്വൽ, ഫേസ്ഡ് ഡിസ്ക്രിമിനേഷൻ ആസ് എ വുമൺ ഇൻ സയൻസ്. ഇത് ഏർലി 20th സെഞ്ചുറി ആണ്. അപ്പൊ ആ സമയത്തൊന്നും സ്ത്രീകൾക്ക് അധികം റിസർച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലായിരുന്നു. എന്നിട്ട് പുള്ളിക്കാരി ഒരു ലാബ് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് ആണ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പുള്ളിക്കാരിക്ക് ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ഹിച്ച്കിൻസ്, ജോർജ് ഹിച്ച്കിൻസ് എന്ന് പറയുന്ന ഒരു സയന്റിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായി. ആൻഡ് ഷീ ഷെയർഡ് ദ നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ഇൻ 1988 വിത്ത് George Hitchkins and Sir James Black for pioneering drug development methods. അപ്പൊ പുള്ളിക്കാരി കണ്ടുപിടിച്ച ഡ്രഗ്സ് എല്ലാം തന്നെ പ്യൂരിൻ അനലോഗ്സ് ആണ്. മെർകാപ്റ്റോപ്യൂരിൻ, അല്ലോപ്യൂരിനോൾ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ് ആണ്. അസാത്തയോപ്രിൻ എന്നൊക്കെ പറയുന്ന ഡ്രഗ്സ് ആണ് പുള്ളിക്കാരി കണ്ടുപിടിച്ചത്. അപ്പൊ ഇതൊന്നും തന്നെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിരുന്നില്ല, അത് ഡിസൈൻ ചെയ്ത് സിന്തസൈസ് ചെയ്ത് എടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിനെ ഒരു ഇന്നോവേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. These purine analogs revolutionized drug design. They developed medications for leukemia, malaria, gout and viral infections. അപ്പൊ ഇത്രയും ലെukemia, മലേറിയ, ഗൗട്ട്, വൈറൽ ഇൻഫെക്ഷൻസിനൊക്കെ ഡ്രഗ്സ് കണ്ടുപിടിക്കാൻ ഈ ടാർഗറ്റഡ് ഡ്രഗ് ഡിസൈന് സാധിച്ചു. അപ്പൊ അവര് കണ്ടുപിടിച്ച നോട്ടബിൾ ഡ്രഗ്സ് ആണ് 6-mercaptopurine ഫോർ ലുക്യൂമിയ ട്രീറ്റ്മെന്റ്, അസാത്തയോപ്രിൻ ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ പ്രിവെൻഷൻ. അപ്പൊ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഹാർട്ട് മാറ്റിവെച്ചു അല്ലെങ്കിൽ ലിവർ മാറ്റിവെച്ചു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഈ ശരീരം ഈ ലിവറിനെ അക്സെപ്റ്റ് ചെയ്യാതെ വരികയും അന്നേരം കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ അത് ഒഴിവാക്കാനുള്ള ഡ്രഗാണ് അസാത്തയോപ്രിൻ. അപ്പൊ അതൊക്കെ കണ്ടുപിടിച്ചത് ഈ ജെർട്രൂഡ് എലിയൻ ആണ്. അസൈക്ലോവിർ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ആന്റിവൈറൽ ഡ്രഗാണ്. ഈ അസൈക്ലോവിർ കണ്ടുപിടിച്ചത് നമ്മുടെ ജെർട്രൂഡ് എലിയൻ ആണ്. കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഡിസൈൻ ചെയ്ത് സിന്തസൈസ് ചെയ്തെടുത്തത് ഈ സയന്റിസ്റ്റ് ആണ്. അപ്പൊ പുള്ളിക്കാരിയുടെ ഇമ്പാക്ട് എന്താണ്? ഇമ്പാക്ട് ഓൺ മെഡിസിൻ ഷിഫ്റ്റഡ് ഫ്രം ട്രയൽ ആൻഡ് എറർ ടു റാഷണൽ ഡ്രഗ് ഡിസൈൻ. നേരത്തെ എന്ന് പറഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് കൊടുക്കാൻ പറ്റുന്ന എല്ലാ മരുന്നുകളും കൊടുത്തിട്ട് ഏത് മരുന്നാണ് ഇഫക്റ്റീവ് ആവുന്നത് ആ മരുന്നിനെ കണ്ടുപിടിക്കുക, ആ മരുന്നിനെ തിരിച്ചറിയുക എന്നുള്ളതായിരുന്നു മെത്തേഡ്. അതിനെയാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ ഈ ജെർട്രൂഡ് എലിയൻ വന്നതിന് ശേഷം റാഷണൽ ഡ്രഗ് ഡിസൈൻ വന്നത്. റാഷണൽ ഡ്രഗ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ന അസുഖം, ആ ഇന്ന അസുഖത്തിന് വേണ്ടി നമുക്ക് ഇന്ന ഡ്രഗ് കണ്ടുപിടിക്കണം, ആ ഡ്രഗ് സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കണം, അതിനെ എങ്ങനെ സിന്തസൈസ് ചെയ്യാം എന്ന് കണ്ടുപിടിക്കുന്നതിനെയാണ് റാഷണൽ ഡ്രഗ് ഡിസൈൻ എന്ന് പറയുന്നത്. Her methods are foundational for modern pharmacology. ഈ ഒരു ഡ്രഗ് ഡിസൈനിന്റെ ആ ഫൗണ്ടേഷൻ തന്നത് ജെർട്രൂഡ് എലിയന്റെ സ്റ്റഡീസ് ആണ്. And she advocated for women in science and inspired future researchers. പുള്ളിക്കാരി
പിന്നെ സ്ത്രീ ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കുറവായിരുന്നു. പുള്ളിക്കാരിയുടെ റിസർച്ചിന് ഫണ്ടിങ് കിട്ടാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് പുള്ളിക്കാരി ഇതെല്ലാം അച്ചീവ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ബാക്കി സ്ത്രീകൾക്ക് അതിന് വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യാനൊക്കെ പുള്ളിക്കാരി ഒരുപാട് ശ്രമിച്ചു. And she received 25 honorary degrees and numerous prestigious awards. നിങ്ങൾ ഈ honorary degrees എന്ന് കേട്ടിട്ടില്ലേ? ഇപ്പം നമ്മുടെ APJ അബ്ദുൽ കലാം അതിന് പുള്ളിക്കാരന് ഒരു ഡീലിറ്റ് ബിരുദം നൽകി എന്നൊക്കെ പറഞ്ഞ് കേൾക്കാം അല്ലെ. അതെന്തുവാണ്? ഹോണററി ഡിഗ്രിയാണ്. ആക്ച്വലി അതില് ഇത് കിട്ടിയിട്ട് ഡിഗ്രി കൊടുത്തിട്ടില്ല, അതായത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ നമുക്ക് പുള്ളിക്കാരന്റെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ കണ്ടുകൊണ്ട് പുള്ളിക്കാരന് കൊടുക്കുന്നു. അതേപോലെയാണ് ജെർട്രൂഡ് എലിയന്റെയും കോൺട്രിബ്യൂഷൻസ് കണ്ടിട്ട് പുള്ളിക്കാരിക്ക് ഹോണററി ഡിഗ്രി കൊടുത്തു. അതുകൂടാതെ പല പ്രസ്റ്റീജിയസ് അവാർഡ്സ്, ഇത്രയും ഡ്രഗ്സിനെ കണ്ടുപിടിച്ചതല്ലേ, പല പ്രസ്റ്റീജിയസ് അവാർഡ്സും പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരി ഫേസ് ചെയ്ത ചാലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏറ്റവും വലുത് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ തന്നെയാണ്. She struggled to find work in the scientific field due to prevalent gender bias in 1930s and 1940s. പിന്നെ അടുത്തത് പുള്ളിക്കാരിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ PhD ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ അന്നത്തെ കാലത്ത് ലോകമഹായുദ്ധം നടക്കുന്നത് കൊണ്ട് റിസർച്ചിലേക്കൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് മാൻഡേറ്ററി ആയിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണം. അപ്പൊ അങ്ങനെയുള്ള വാർ ടൈം റെസ്പോൺസിബിലിറ്റീസും കൊണ്ടും ഫണ്ടിങ് ഇല്ലാതിരുന്നത് കൊണ്ടും പുള്ളിക്കാരിക്ക് PhD കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഹോണററി ഡോക്ടറേറ്റ് പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ വളരെ കുറച്ച് റിസോഴ്സസേ, പൈസ ഇല്ല, അപ്പൊ കുറച്ച് റിസോഴ്സസേ ഉള്ളൂ. അത് വെച്ചുകൊണ്ട് ഷീ ഡെവലപ്ഡ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ്. ഓക്കെ, ഇതൊക്കെയാണ് ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ജെർട്രൂഡ് എലിയൻ. അപ്പോൾ നമുക്ക് ഇതോടുകൂടി നമ്മൾ വുമൺ സയന്റിസ്റ്റിനെ കുറിച്ച് എല്ലാവരെയും കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പഠിച്ചത് ആരൊക്കെയൊക്കെ ആയിരുന്നു? ആദ്യം പഠിച്ചത് മേരി ക്യൂറിയാണ്. അത് കഴിഞ്ഞ് റോസ്ലിൻ ഫ്രാങ്ക്ലിൻ പഠിച്ചു, ആലീസ് ബോൾ പഠിച്ചു, ഡോറോത്തി ഹോഡ്ജ്കിനും ജെർട്രൂഡ് എലിയനും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സം പോപ്പുലർ സയന്റിസ്റ്റ് ആൻഡ് ദർ കോൺട്രിബ്യൂഷൻസ് ടു ദ എവല്യൂഷൻ ഓഫ് കെമിസ്ട്രി, അതാണ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ ഈ ക്ലാസ്സിന്റെ നോട്ട് എഴുതുക. സ്വന്തം വാക്യത്തിൽ എന്താണ് ഇവർ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്ന് എഴുതാൻ ശ്രമിക്കുക.